Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 സെപ്റ്റംബർ 15 മുതൽ 19 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും നേട്ടത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. നിഫ്റ്റി 50 1.29% ഉയർന്ന് 25327 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് ആകട്ടെ 1.83 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സ്മോൾ ക്യാപ് 2.43 ക്ലോസ് ചെയ്ത് ശക്തമായ ഉയർച്ച കാഴ്ചവെച്ചിട്ടുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിലെ പുരോഗതിയും ആഗോള വിപണിയിലെ നേട്ടങ്ങളും ഇന്ത്യൻ ഓഹരി വിപണിക്ക് ബലം നൽകിയിട്ടുണ്ട്. വിദേശ നിക്ഷേപകർ തുടർച്ചയായ വിൽപ്പന അവസാനിച്ച് വീണ്ടും വാങ്ങൽ ആരംഭിക്കുകയും ആഭ്യന്തര സ്ഥാപനങ്ങൾ ശക്തമായ പിന്തുണ തുടരുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിപണിയെ ഉയർത്തിയ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. FIIs 1327 കോടി രൂപയ്ക്കും DIs 11177 കോടി രൂപയ്ക്കാണ് സെൽ ചെയ്തത്. നെറ്റ് നോക്കുമ്പോൾ 9850 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഇനി മേഖലാപരമായി നോക്കുമ്പോഴാകട്ടെ ഭൂരിഭാഗം ഇൻഡെക്സസും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് രണ്ടാമത്തെ ആഴ്ച മുൻനിരയിൽ നിന്ന് 8% ആണ് ഉയർന്നിരിക്കുന്നത്. സർക്കാർ നയങ്ങളുടെയും പിന്തുണയും ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങളും പ്രതിരോധ ഓഹരികൾക്ക് കരുത്തായി മാറിയിട്ടുണ്ട്. PSE ബാങ്കുകൾ 4.54% ഉയർന്നപ്പോൾ റിയൽറ്റി 4.49% നേട്ടം കൈവരിച്ചു. ക്യാപിറ്റൽ മാർക്കറ്റുകൾ 2.72%, എനർജി 2.64% ഉയർന്നത് ശ്രദ്ധേയമായി. എന്നാൽ FMCG 1.21% ഇടിഞ്ഞതും കൺസ്യൂമർ ഡ്യൂറബിൾസ് 0.17% നഷ്ടത്തിലായതും വിപണിയുടെ ബാലൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ആഗോളതലത്തിൽ നോക്കുമ്പോഴാകട്ടെ വിപണികളുടെ പ്രകടനം മിക്സഡ് ആയിരുന്നു ഈ ഒരു കഴിഞ്ഞ ആഴ്ച. US ഫെഡ് ഡിസംബർ 2024 25 ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷകൾ US വിപണിയെ ഉണർത്തിയിട്ടുണ്ട്. തൊഴിലവസര വാർത്തകൾ സ്ലോവിലായിരുന്നെങ്കിലും വിലക്കയറ്റ സമ്മർദ്ദം കൂടിയതും ഫെഡിന്റെ ഇളവുകൾക്ക് പ്രേരിപ്പിക്കുകയാണ്. ഡോ ജോൺസ് 0.27%, S&P 500 0.48% ഉയർന്നപ്പോൾ ഏഷ്യൻ കൊറിയൻ കോപ്സി 0.46% ഇടിഞ്ഞതും ജപ്പാൻ നിക്കായ് 0.57% ഇടിഞ്ഞതും ശ്രദ്ധേയമായി. യൂറോപ്പിൽ FTSE 100 0.01% ഇടിഞ്ഞപ്പോൾ ജർമ്മനിയിൽ ഡാക്സ് 0.28% താഴ്ന്നു. ചൈനീസ് ഹങ്കായ് കോമ്പോസിറ്റ് 0.3% ഇടിഞ്ഞപ്പോൾ ഹോങ്കോങ്ങിലെ ഹാങ് സെങ് 0.17% നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $67.20 പെർ ബാരലിൽ ക്ലോസ് ചെയ്തു. ഇത് മുൻ ആഴ്ചയേക്കാൾ ഉയർന്ന നിലയിലുള്ളതാണ്. വിതരണ തടസ്സങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും എണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. സ്വർണം 10 ഗ്രാമിന് 1,09,388 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒന്നാണിത്. US ഡോളറിന്റെ ദൗർബല്യവും തൊഴിൽ വിപണിയിൽ സമ്മർദ്ദവും സ്വർണത്തിന് കരുത്തായി മാറിയിട്ടുണ്ട്. അതേസമയം രൂപ ഡോളറിനെതിരെയായി 88.28 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇറക്കുമതി ചെലവുകൾ കൂടി സാമ്പത്തിക ബാലൻസ് സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതകളും വിപണി നിരീക്ഷിക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോൾ ആഭ്യന്തര വിപണി മികച്ച പ്രതിരോധ ശേഷിയും വളർച്ചാ പ്രതീക്ഷയും കാട്ടുകയാണ്. GDP വളർച്ചയും സേവന മേഖലയുടെ PMI സൂചികളും ശക്തമായി തുടരുന്നത് നിക്ഷേപകരെ ആത്മവിശ്വാസികളാക്കുകയാണ്. എന്നാൽ എണ്ണവിലയുടെ ഉയർച്ച, രൂപയുടെ ദൗർബല്യം, ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ വിപണിക്ക് വെല്ലുവിളികളാവുകയാണ്. അടുത്ത ആഴ്ച US ഫെഡിന്റെ നയപരമായ തീരുമാനങ്ങൾക്കും RBIയുടെ നടപടികൾക്കും വിപണി ചലനത്തിന് പ്രധാന സൂചികളായിരിക്കും. ആഭ്യന്തര നിക്ഷേപകരുടെ പിന്തുണ തുടരുകയാണെങ്കിൽ ഇന്ത്യൻ വിപണി സ്ഥിരത കൈവരിക്കാൻ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വിപണികൾക്ക് ലഭിച്ച നേട്ടങ്ങൾ ഗ്ലോബൽ പോസിറ്റീവ് സൂചനകളും വ്യാപാര ആശങ്കകൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളുമാണ്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിലൂടെ ലിക്വിഡിറ്റിക്കും ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസത്തിനും ശക്തി നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര സേവന മേഖലയിലെ ചരിത്രപരമായ വളർച്ച കാഴ്ചവെച്ചത് സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. FIIsന്റെ വിറ്റൊഴിക്കൽ സമ്മർദ്ദം സൃഷ്ടിച്ചെങ്കിലും DIsകളുടെ സ്ഥിരമായ വാങ്ങൽ വിപണിക്ക് പിന്തുണയായി മാറി. US താരിഫ് കുറയ്ക്കാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ UAEയുമായുള്ള വ്യാപാര സഹകരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും കയറ്റുമതി മേഖലകൾക്ക് ദീർഘകാല പ്രതീക്ഷകൾ ഉയർത്തുന്നവയാണ്. എങ്കിലും ടെക്സ്റ്റൈൽ പോലുള്ള ചില മേഖലകൾക്ക് ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും വെല്ലുവിളികൾ തുടരാനുള്ള സാധ്യതയും ഇതിലുണ്ട്. മുന്നോട്ടുള്ള വഴിയിൽ RBIയുടെ നയപരമായ തീരുമാനങ്ങൾക്കും ഇൻഫ്ലേഷൻ ഡാറ്റയും നിർണായകമാണ്. അതേസമയം അന്തർദേശീയ തലത്തിൽ US, UAE വ്യാപാര പുരോഗതികളും ഫെഡ് ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും ഇന്ത്യൻ വിപണിയുടെ ദിശയെ സ്വാധീനിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ട്രേഡിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.